ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ വീക്ക്ലി സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ്. വീക്ക്ലി എന്ന് പറയുമ്പം എല്ലാ വീക്കൊന്നും ചെയ്യാറില്ല, എന്നാലും ഒരു മൂടുള്ളപ്പം ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ ആണ്. ഈ മാസ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരത് ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കൂ. ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനുള്ള മടി കാരണം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവളാണ് എനിക്ക് മാസ്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടൊരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയും. നോർമൽ ഷാമ്പൂ, ഒരു ഹെർബൽ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും. പിന്നെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാമാ-എർത്തിൻ്റെ റൈസ് ഡ്യൂയി ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു മാസ്കാണ്. മാസ്കും ഒരു 15 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിൽ ചെറിയ സ്ക്രബിങ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയും. 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. കുറച്ച് കപ്പ് സോപ്പായി നമുക്കിത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അത്യാവശ്യം നല്ലൊരു മാസ്കാണ് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് ഫേസ് ബ്രൈറ്റ് ആക്കാനും ഒന്ന് കാം ഡൗൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മാസ്കാണ്. പിന്നെ എൻ്റെ ഇപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇൻബാലൻസ് കാരണം എൻ്റെ സ്കിന്നൊക്കെ ഫുള്ളും ഡാമേജ് ആയിട്ട് ഇരിക്കുവാണ്. ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നോർമലി ചെയ്യാറുള്ള സ്കിൻ കെയർ, നമ്മൾ എന്ത് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. സോ ഞാൻ എൻ്റെ നോർമൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഹെയർ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.